നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും. ബെന്യാമിൻ ആടുജീവിതം ഭാഗം 8. മസ്രയിലെ മറ്റേത് ആടിന് കൊടുക്കുന്നതിലും കൂടുതൽ പരിചരണവും സ്നേഹവും ഞാൻ എൻ്റെ നബീലിന് കൊടുത്തു. അവന് അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. മറ്റെല്ലാ ആടുകൾക്കുമൊപ്പം അവനും ജീവിച്ചു പോയിക്കൊള്ളും. പക്ഷേ അവനെ അങ്ങനെ കൈയൊഴിയാൻ എനിക്കാവുമായിരുന്നില്ല. എൻ്റെ കൈകളിലേക്ക് പിറന്നു വീണവൻ, സ്വന്തം മകനു പകരം അള്ളാഹു എനിക്ക് തന്ന സമ്മാനം. പലപ്പോഴും അർബാബ് കാണാതെ ഞാൻ അവനെ അവൻ്റെ അമ്മയുടെ മുല കുടിപ്പിക്കുമായിരുന്നു. ആ മസ്രയിലെ മറ്റൊരാട്ടിൻകുട്ടിക്കും കിട്ടാത്ത സൗഭാഗ്യം. സ്വന്തം അമ്മയുടെ മുല കുടിക്കാൻ കഴിയുക എന്നൊരു സൗഭാഗ്യത്തിനപ്പുറം മറ്റെന്താണ് എനിക്ക് അവന് കൊടുക്കാനാവുക? കറന്നെടുക്കുകയാണെങ്കിൽ ഞാൻ അവനെ പ്രത്യേകം കുടിപ്പിക്കും. അവന് പോച്ചയുടെ തളിരുകൾ കൊടുക്കും. നടക്കാൻ പോകുമ്പോൾ അവനെ എന്നോട് ചേർത്ത് നടത്തും. അവനൊരു കുസൃതിക്കാരൻ പയ്യനെ പോലെ എൻ്റെ കണ്ണു വെട്ടിച്ച് തുള്ളിച്ചാടി മുന്നോട്ട് ഓടും. അല്പം മുന്നിൽ ചെന്ന് എന്നെ ഒരു നോട്ടം തിരിഞ്ഞു നോക്കും. ഞാൻ അവനെ പിടിക്കാനായി മുന്നോട്ട് ഓടിച്ചെല്ലും. അവൻ എന്നെ വെട്ടിച്ച് ആടുകൾക്കിടയിലൂടെ ഓടി മറയും. ഓടിച്ചിട്ട് പിടിച്ച് ഞാൻ അവന് ഉമ്മ കൊടുക്കും. നബീൽ എനിക്ക് മസ്രയിലെ 100 കണക്കിന് ആട്ടിൻകുട്ടികൾക്കിടയിൽ ഒരുവനായിരുന്നില്ല, എൻ്റെ സ്വന്തം പുത്രനായിരുന്നു. വളരെ ചെറുപ്പം മുതലേ തന്നെ അവൻ വലിയ കുസൃതിക്കാരനായിരുന്നു. അവനേക്കാൾ മുതിർന്ന മുട്ടന്മാരോട് പോലും കൊമ്പ് കോർക്കുക അവൻ്റെ പതിവായിരുന്നു. അവൻ്റെ ആ ചെറു കുസൃതികൾ ചില ആടുകളൊക്കെ വാത്സല്യത്തോടെ സമ്മതിച്ചു കൊടുക്കും. എന്നാൽ മറ്റു ചിലയാവട്ടെ ദേഷ്യത്തോടെ നല്ല കുത്തു വെച്ചു കൊടുക്കും. കുത്തുകൊണ്ട് ചോര ഒലിക്കുന്ന ശരീരത്തോടെ എത്ര വട്ടം അവൻ എൻ്റെ അരികിൽ വന്നിട്ടുണ്ടെന്നോ. അർബാബ് കാണാതെ ഞാൻ തൊട്ടിയിൽ വെള്ളമെടുത്ത് അവൻ്റെ മുറിവ് കഴുകി കൊടുക്കും. മുറിവുണങ്ങാൻ അർബാബിൻ്റെ കയ്യിലൊരു സ്പ്രേ ഉണ്ട്, അത് വാങ്ങി അടിച്ചു കൊടുക്കും. ഞാൻ അവന് കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും അവനും തിരിച്ചറിയാമായിരുന്നു. ഒരു ദിവസം കാലത്ത് കുബൂസ് കഴിച്ചു കഴിഞ്ഞ് ആടുകളെയും കൊണ്ട് നടക്കാനിറങ്ങിയപ്പോൾ അർബാബ് എന്നെ തിരിച്ചു വിളിച്ചു. വേണ്ട, ഇന്ന് ഇത്തിരി വേറെ പണിയുണ്ട്. ഞാൻ ആടുകളെ കൊണ്ട് തിരിച്ചു കയറി. ഇത്തിരി കഴിഞ്ഞപ്പോൾ തേച്ചു വിലക്കിയ ഒരു നീളൻ കത്തിയുമായി അർബാബ് കൂടാരത്തിന് പുറത്തേക്ക് വന്നു. എൻ്റെ ഉള്ളൊന്ന് ആളി കത്തി. എൻ്റെ പടച്ചോനെ, വല്ല ആടുകളെയും ഇവിടെ വെച്ച് തന്നെ കൊന്ന് ഷാപ്പിടാനാണോ ഇയാളുടെ പരിപാടി? അർബാബിനോട് ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പറയുന്നത് കേട്ടുകൊള്ളണം. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അനുസരിച്ചു കൊള്ളണം. അതാണ് അതുവരെയുള്ള ശീലം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ അർബാബിന്റെ പിന്നാലെ ചെന്നു. അർബാബ് പോയത് തീരെ ചെറിയ ആടുകളെ ഇട്ടിരിക്കുന്ന മസറയ്ക്കരികിലൊക്കെയാണ്. അതിൽ മുട്ടനാടുകളിൽ ഒന്നിനെ നോക്കി അതിനെ പിടിക്കാൻ എനിക്ക് നിർദ്ദേശം തന്നു. ഇത് കൊല്ലാൻ തന്നെ, ഞാൻ ഉറപ്പിച്ചു. കാബാലികൻ. പക്ഷേ മറുത്തു പറയാൻ എനിക്ക് ധൈര്യം പോരാ. മനസ്സില്ലാ മനസ്സോടെ ഞാൻ മസറയ്ക്കുള്ളിൽ കയറി പറഞ്ഞ മുട്ടനെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ശരീരം എൻ്റെ തുടകൾക്കിടയിൽ വരത്തക്ക വണ്ണം പിന്നിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് പിൻകാലുകൾ ഉയർത്തിപ്പിടിക്കുവാൻ പറഞ്ഞു. എന്തിനെന്ന് എനിക്ക് എപ്പോഴും ഒരു ഊഹവും കിട്ടിയില്ല. ആട്ടിൻകുട്ടി ഇപ്പോൾ മുൻകാലുകൾ മാത്രം നിലത്ത് കുത്തിയാണ് നിൽക്കുന്നത്. ശരീരം എൻ്റെ തുടകൾക്കിടയിൽ, പിൻകാലുകൾ എൻ്റെ കയ്യിൽ. മുന്നിൽ നിന്ന് വരുന്ന അറബാബിന് ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൻ്റെ അടിഭാഗം ഇപ്പോൾ വ്യക്തമായി കാണാം. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആട്, അതിലും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഞാൻ. പിച്ചാത്തിയുടെ മൂർച്ച ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന അർബാബ് അത്രയുമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. പിന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരം വന്യമായ ഒരു കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. പൂക്കുറ്റിയിൽ നിന്ന പോലെ ചീറ്റിത്തെറിക്കുന്ന ചോരയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൈകൾക്കിട നാട്ടിൻകുട്ടി അതിൻ്റെ സർവ്വകരുത്തും എടുത്ത് പിടയുകയായിരുന്നു. ഒരു നിമിഷം എൻ്റെ പിടി വിട്ടു പോകുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. വിടരുത്! അർബാബ് അലറി. അർബാബിനെ പേടിച്ച് എൻ്റെ കരുത്ത് ആടിൻ്റെ കരുത്തിനെ തോൽപ്പിച്ചു. അടുത്ത നിമിഷം അർബാബ് പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് ആടിൻ്റെ മുറിവിലേക്ക് ചീറ്റിച്ചു. അന്നേരവും ആട്ടിൻകുട്ടി അതിൻ്റെ പ്രാണനിളകി കരഞ്ഞു. എന്നാൽ പിടിച്ചു കെട്ടിയതുപോലെ ചോര നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ആടിൻ്റെ പിടച്ചിലും പതിയെ കുറഞ്ഞു വന്നു. ആടിനെ മസറയിലേക്ക് തിരിച്ചു കയറ്റി വിട്ടേക്കാൻ അർബാബ് കൈ കാണിച്ചു. ഞാനതിനെ മസറയുടെ വാതിൽ വരെ എത്തിച്ചിട്ട് കൈവിട്ടു. വെടികൊണ്ട പന്നിയെ പോലെ അത് ആട്ടിൻകുട്ടികൾക്കിടയിലൂടെ ചീറി ഓടിക്കളഞ്ഞു. കഷ്ടം! ഒരു മുട്ടനാടിന് അവൻ്റെ മുട്ടത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുട്ടത്വം ഒരിത്തിരി ഇറച്ചി കഷ്ണമായും ഒരിത്തിരി ചോരയായും അറവാബിൻ്റെ മുന്നിൽ വീണ് കിടക്കുന്നു.
എല്ലാ മുട്ടന്മാരെയും അതിൻ്റെ പൂർണ്ണ ആണത്തത്തോടെ ആൺചൂരോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. അതിനായി തിരഞ്ഞെടുത്ത ആടുകളുണ്ട്. ഒരു പ്രായം തികഞ്ഞാൽ പിന്നെ അവയുടെ വാസം തന്നെ പെണ്ണാടുകൾക്കൊപ്പമാണ്. അവയ്ക്ക് ഇഷ്ടം പോലെ ഇണചേരാം. പുരുഷത്വത്തിൻ്റെ സർവ്വ ചൂരോടെയും മതിച്ചു നടക്കും. ബാക്കിയുള്ള ആണാടുകളെല്ലാം വെറും ഷണ്ഡന്മാരാണ്. അവയുടെ പുരുഷത്വം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അവ അറവുശാലകളിലേക്ക് നയിക്കപ്പെടാനുള്ളവയാണ്. ഷണ്ഡന്മാരാകപ്പെട്ട ആടുകളുടെ വളർച്ച വളരെ വേഗത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പക്ഷേ ഇത്ര നിഷ്ഠൂരമായാണ് നിർവഹിക്കപ്പെടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അടുത്ത ഒരെണ്ണത്തെ കൂടി ചൂണ്ടി പിടിച്ചുകൊണ്ടുവരാൻ അറബാബ് കൽപ്പിച്ചു. ഞാൻ മസ്രയ്ക്കുള്ളിൽ കയറി അതിനെ പിടികൂടി. ഓരോന്നിൻ്റെയും പ്രായവും വളർച്ചയും അറബാബിനറിയാം. ഏതു സമയത്ത് അതിൻ്റെ പുരുഷത്വം നശിപ്പിച്ചു കളയണമെന്നും ചിലവയെ 1 മാസമാകുമ്പോൾ, ചിലതിനെ 2 മാസം തികയുമ്പോൾ, ഇവൻ വളരുമ്പോൾ നല്ല ഉശിരുള്ള കരുത്തുള്ള കുഞ്ഞുങ്ങളെ തരാൻ കെൽപ്പുള്ളവനാണ്, നല്ല പാൽ ചുരത്തുന്ന പെണ്ണാടുകളെ നൽകാൻ പ്രാപ്തനാണ്, പ്രസവിക്കാൻ കഴിയുന്ന ആടുകളെ തരാൻ കഴിവുള്ളവനാണ് എന്നൊക്കെ അതിൻ്റെ പുരുഷ തികവ് നോക്കി മനസ്സിലാക്കാൻ അറബാബിനറിയാം. അതനുസരിച്ചാണ് ആ മുട്ടനെ ആണാകാൻ വിടണോ ഷണ്ടനാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അറബാബ് ചൂണ്ടുന്ന ഓരോന്നിനെയായി ഞാൻ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അറബാബ് നഖം വെട്ടുന്ന ലാഘവത്തോടെ അവറ്റങ്ങളുടെ പുരുഷത്വം ചെത്തി മാറ്റിക്കൊണ്ടേയിരുന്നു. 5-6 ആടുകൾ കഴിഞ്ഞ് അറബാബിന്റെ അടുത്ത കൈചൂടൽ കണ്ട് എന്റെ ഉള്ളം കലങ്ങിപ്പോയി. ആ കൈ നീണ്ടത് എന്റെ നബീലിന്റെ നേർക്കായിരുന്നു. ഞാൻ നടുങ്ങിപ്പോയി. എന്റെ നബീൽ, ഒരാണിന്റെ സർവ്വ ചൂരോടെയും മതിച്ചു നടക്കേണ്ട നീ, എന്റെ പുത്രൻ. ഇല്ല, നിന്നെ ഞാൻ അയാളുടെ കത്തിക്ക് വിട്ടുകൊടുക്കുകയില്ല. എനിക്കതിനാവില്ല. അറബാബ് അവനെയല്ല ചൂണ്ടിയതെന്ന മട്ടിൽ ഞാൻ അവനെ ആടുകളുടെ ഇടയിലേക്ക് തള്ളിവിട്ടിട്ട് മറ്റൊരെണ്ണത്തിനെ പിടികൂടി. പക്ഷേ അറബാബിന്റെ കണ്ണുകൾ കഴുകേണ്ടതുപോലെയാണ്. കൂടാരത്തിനുള്ളിൽ അലസമായിരിക്കുകയാണെങ്കിലും ഓരോ ആടിനെ പറ്റിയും സ്വന്തം കൈവെള്ളയിലെ രേഖകളെ പോലെ അയാൾക്കറിയാം. അതിനെയല്ല, അതിനെ. അറബാബിന്റെ കൈ വീണ്ടും നബീലിന്റെ നേർക്ക് തീണ്ടു. അവനെ പിടിക്കാൻ എനിക്കാവില്ല. അവനോട് ഇത്തരമൊരു ദ്രോഹം പ്രവർത്തിക്കാൻ എനിക്കാവില്ല. വീണ്ടും അടുത്തു നിന്ന മറ്റൊരെണ്ണത്തിന്റെ കാലിൽ ഞാൻ പിടുത്തമിട്ടു. ഹിമാർ! അറബാബ് അലറി. അത് അറബാബിന്റെ സഹനത്തിന്റെ അന്ത്യരേഖയാണ്. അടുത്ത ഘട്ടം എന്റെ പുറത്തു വീഴുന്ന കനത്ത അടിയാണ്, എനിക്കറിയാം. എന്നിട്ടും ഞാൻ മൂന്നാമതും പിടിച്ചു വേറൊരെണ്ണത്തിനെയാണ് കൊടുത്തത്. അറബാബ് ചാടി അതിന്റെ മുതുകത്ത് ചവിട്ടി. ഞാൻ തെറിച്ച് ദൂരേക്ക് വീണു. അറബാബ് ആ ദേഷ്യത്തോടെ തന്നെ ചാടി എഴുന്നേറ്റ് നബീലിനെ കാലിന് പിടുത്തമിട്ടു. അവനെ ശൗര്യത്തോടെ പുറത്തേക്ക് വലിച്ചൊഴിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് അറബാബിന്റെ കാലിൽ തൊട്ടു. അറബാബ്, നമുക്കിവനെ ആണാകാൻ വിട്ടേക്കാം. ഇവനെ എനിക്ക് വേണം. ഇവരെ അറവുശാലയിലേക്ക് വിടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ എന്നോടൊപ്പം ഇവിടെ ജീവിച്ചോട്ടെ. ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിലെല്ലാം അറബാബിനോട് കെഞ്ചി. ഹിമാർ! അറബാബ് എന്റെ തലക്കടിച്ചു. ഒത്ത മുട്ടന്മാരെ കണ്ടാൽ എനിക്കറിയാം, അവരിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കരുത്തുണ്ടാകും. അവരെ ആർത്തിയോടെ വളർന്നു വരും. നിനക്കെന്തറിയാം? ഇന്ത്യേ ഹിമാർ! ഇവൻ അധികം താമസിയാതെ അറവുശാലയിലേക്ക് പോകേണ്ടവൻ. അറബാബ് നിർദാക്ഷിണ്യം അവനെ പുറത്തേക്ക് വലിച്ചെറിച്ചു. അവന്റെ കാലുകൾ പൊക്കിപ്പിടിക്കാൻ അറബാബ് കൽപ്പിച്ചു. പിന്നെ 2 നിമിഷം എന്റെ നബീലിന്റെ ആണത്വവും മറ്റ് നിരവധി ആടുകളുടെ ആണത്വത്തിനൊപ്പം കുഴഞ്ഞ ചോരയിൽ നിലത്ത് വീട് കിടന്നു. അതർത്തു മാറ്റുമ്പോൾ എന്റെ നബീലിൽ നിന്നുയർന്ന നിലവിളി അതിനും ഈ നിമിഷവും എന്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ആ കരച്ചിൽ ഒരു കരിങ്കൽ ചീളുകൊണ്ട് എന്റെ ഹൃദയത്തെ പോറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നബീൽ കരഞ്ഞുകൊണ്ട് മസ്രയിലേക്ക് ഓടുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉണരുമ്പോൾ ഞാൻ ഒരു കച്ചിക്കെട്ടിന്റെ മുകളിൽ കിടക്കുകയായിരുന്നു. നേരം ഉച്ചയിലെത്തി കഴിഞ്ഞിരുന്നു. ഉണർന്നെഴുന്നേറ്റപ്പോൾ അറബാബ് എനിക്കിത്തിരി വെള്ളം കുടിക്കാൻ തന്നു. പിന്നെ പതിവ് പണികളിലേക്ക് പറഞ്ഞു വിട്ടു. നബീലിന് പുരുഷത്വം നഷ്ടപ്പെട്ട അന്ന് എനിക്കും എൻ്റെ ഉണർച്ചകൾ നഷ്ടമായി. ആ താതാത്മ്യപ്പെടലിന്റെ രഹസ്യം എനിക്കും മനസ്സിലായിട്ടില്ല. ഒരാടിനൊപ്പം എങ്ങനെയാണ് എൻ്റെ പുരുഷത്വം ഒലിച്ചു പോയതെന്ന്.